ഹലോ, ദേ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ദേ നമ്മൾ വന്നിരിക്കുന്നത് അബുദാബിയിലുള്ള എമിറേറ്റ്സ് സൂവിലാണ്. അപ്പോൾ ആദ്യം തന്നെ ദേ ഇവിടെ കയറുമ്പോൾ ഇവിടെ ഒരു എൻട്രി ഫീ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പാർക്ക് ചെയ്ത് എൻട്രൻസ് വഴി കയറുമ്പോൾ ആദ്യം കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഇൻഡോർ ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാവുന്നത് ഇവിടെ ഒരു വലിയൊരു ഓപ്പൺ ഏരിയ ആണ്. അവിടെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു മൃഗങ്ങളെയൊക്കെയാണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് അനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അത് പുറത്തുനിന്ന് നമുക്ക് ഒന്നും അലൗഡല്ല. ഇവർ തന്നെ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ നമുക്കിവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഈ അനിമൽസിന് കൊടുക്കാനുള്ള പെർമിഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ പുല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്, പുല്ല്, ഇലകൾ, അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ അവർ സമ്മതിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു വലിയ ഓപ്പൺ ഏരിയ. ഇവിടെ ഇങ്ങനെ ഫുള്ളിങ്ങനെ വെയിലൊക്കെ അടിക്കാതെയുള്ള നല്ലൊരു ഫുള്ള് കവർ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. മുകളിൽ വെയിലൊന്നും അടിക്കാതെ. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ബേർഡ് പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കിത് ഇങ്ങനെ ഇവരെയൊക്കെ കണ്ടിട്ട് ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ ആടും പശുവും കോഴിയും എല്ലാം ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് നമ്മൾ കണ്ടിങ്ങനെ നടക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിഷ് പാർക്കിലേക്കാണ് നമ്മൾ ഇനി കയറുന്നത്. എല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികളും പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ട്. സൂവിലേക്ക് വന്നപ്പോൾ അവിടെ പല വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ കാണാം. നമുക്ക് പല കളറിൽ ചെറിയ ചെറിയ അക്വേറിയംസ് ഉണ്ട്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പൂളാണ്. അതിങ്ങനെ ഓപ്പൺ പൂളാണ്, കയ്യൊന്നും ഇടാൻ പാടില്ല. നമുക്ക് ഇവരെ ഒന്നും ഫീഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. നമുക്ക് മീനുകളെ തൊടാനൊന്നും ഇവർ സമ്മതിക്കില്ല. ഇത് ഫുള്ളി ഗ്ലാസ്സാണിത്. അപ്പോൾ സൈഡിൽ താഴെ പിള്ളേർ നിന്നാലും അവർക്കെല്ലാം കുട്ടികൾക്കെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. എന്നാലും നമ്മളിത് അവരെയൊക്കെ എടുത്ത് മീനെയൊക്കെ കാണിച്ചു കൊടുക്കുവാണേ. ഇവരൊക്കെ പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞ് അവിടെ നിന്നും മീനുകൾ നമ്മൾ കണ്ടിട്ടും തീരുന്നില്ല. അത്രയും ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ പല കളറുകളിലായതുകൊണ്ട് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇങ്ങനെ അവർക്ക് ബോറടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സ്റ്റാൾ പോലെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഫിഷിൻ്റെ പല ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തൊക്കെ കളറാന്ന് നോക്കി, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് നമുക്ക് വലിയൊരു ചിമ്പാൻസിനെയൊക്കെ കാണാം. അതിൻ്റെ സൈഡിൽ കാണുന്ന ആരാന്നറിയോ? നമ്മുടെ ജിറാഫ് അവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഡൈൻ ഇൻ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ജിറാഫ് ഉണ്ട്. അപ്പോൾ അത് സൈഡിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ജിറാഫ് അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെ തലയൊക്കെ ഇടും. അപ്പോൾ അവർക്കുള്ള ഫുഡ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം, അല്ലാതെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ എല്ലാവരും മാറി മാറി ജിറാഫിന് ഈ ഇലകൾ കൊടുക്കുവാണേ. അവിടെ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ അനിമൽസിൻ്റെ അടുത്തായിട്ട് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവിടുത്തെ സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും. പൈസ കളക്ട് ചെയ്യുക. നമുക്ക് ആദ്യമൊക്കെ ഇവർക്ക് പേടിയുണ്ടായിരുന്നേ ഇല കൊടുക്കാൻ. പിന്നെ വലിയ ജിറാഫും ഉണ്ട്, ചെറിയ ജിറാഫും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇത് ചെറിയ ജിറാഫാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഇവർക്ക് ശീലമായതുകൊണ്ട് കുട്ടികൾ കൊടുക്കുമ്പോൾ തന്നെ അത് വാങ്ങിച്ച് കഴിക്കും. ഇവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതങ്ങനെ വന്ന് കഴിക്കണ കാണുമ്പോഴേ. പലതരത്തിലുള്ള ഇലകളും ഇതൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കഴിക്കുന്ന കാണുമ്പോൾ ഇവർ തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മുകളിൽ പോയി കണ്ടു. പിന്നെ താഴെ ഇറങ്ങി നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നടക്കുവാണേ. എങ്ങനെയുണ്ട്? ഇതിങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ നടക്കുക. ചൂടൊക്കെ കാരണമായിരിക്കും. അത് കഴിഞ്ഞ് ഇതൊരു ഗുഹ പോലെയാണ്. ഗുഹയുടെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടക്കണം. നമുക്ക് ചൂടൊന്നുമില്ല. ചെറിയൊരു AC എല്ലാം ഉണ്ട് ഈ വഴിയിലെല്ലാം. അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ നടന്ന് നമ്മൾ ഇവരെ കണ്ടിട്ട് പിന്നെ ഇത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാം. ഒരാളവിടെ കിടക്കുന്നുണ്ട് ആ മൂലയ്ക്ക്. അത് കഴിഞ്ഞ് അതിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി. അടുത്ത് നമ്മൾ കറങ്ങി ഒരുപാട് കറങ്ങി അടുത്ത ആരുടെ അടുത്ത് എത്തിയേക്കണേ? ഹിപ്പോൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്.
അത് നോക്കിയപ്പോൾ അതിനെയും ഫീഡ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇലകളാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ക്യാമലിൻ്റെ അടുത്ത് പോയി. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്നിരുന്ന് ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെയും നടക്കാൻ തുടങ്ങി. അവിടെ ഇങ്ങനത്തെ ഒട്ടകമുണ്ട്. അങ്ങനെ ആ സൈഡിലാണ് മുതലയുണ്ടായിരുന്നു. അതേ പശുവിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പശുക്കളുണ്ട്. പിന്നെ അത് അവിടെ ആയിട്ട് ഒരു പാർക്കാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ നടന്ന് ചെറിയ കുതിരകളുണ്ടായിരുന്നു. അവിടെ പല ഇങ്ങനെ പുറത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാമ്പിൻ്റെയൊക്കെ ഏരിയ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കണ്ട് പിന്നെയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞതേ നമ്മുടെ കരടിക്കുട്ടൻ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെ നമ്മൾ ഇവരെല്ലാം കണ്ട് നമ്മളിതേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ഇവരെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഒരു വലിയൊരു പാർക്ക് പോലെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിക്കാനുള്ളൊരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ ഇരിക്കാനും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നടക്കുമ്പോൾ ഇവരെയൊക്കെ കാണാം. ഗ്ലാസിൻ്റെ ഇതായതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാം. നമ്മളിങ്ങനെ അവരുടെ അടുത്തേക്കൂടെ പോകുമ്പോൾ അവരിങ്ങനെ ചാടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു പഴയ ജീപ്പൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ജസ്റ്റ് ഇവരെ നമ്മൾ ആദ്യം കണ്ടതാണ്. ആദ്യം കണ്ടത് ഇവരെ കണ്ടോ, ഇല കൊടുക്കുമ്പോൾ തന്നെ ഇവർ കഴിക്കുന്നത് കണ്ടോ. അങ്ങനെ ഇവരെല്ലാം കണ്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന രംഗമാണ് കാണുന്നത്. അവസാനം നമ്മുടെ ആനയൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ആനയെല്ലാം ഇവിടെ ഉണ്ട്. കരടിക്കുട്ടനെ കണ്ടോ. നമ്മൾ പോരുന്ന വരെ വെള്ളത്തിൽ തന്നെയായിരുന്നു. ഒരാളെ കണ്ടോളൂ അവിടെ. അവരെല്ലാം കണ്ട് നല്ലൊരു നന്നായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കുട്ടികളെ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളും പഠിക്കുന്ന അനിമൽസിനെയൊക്കെ അവർക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അവർക്ക്. ഓക്കെ, വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.